ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ശീതകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ 2 മണിവരെ നിർത്തിവച്ചു. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ ശംഖുമുഖത്ത് പൂർത്തിയായി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. മത്സരരംഗത്തുള്ളത് 75,644 സ്ഥാനാർത്ഥികൾ. നികുതി കാര്യങ്ങളിലെ സുതാര്യത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാശി തമിഴ് സംഗമം 4ാം പതിപ്പിന് വാരാണസിയിൽ ഇന്ന് തുടക്കം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ റായ്പൂരിൽ. വാർത്തകൾ വിശദമായി. ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. തുടർന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. രാവിലെ സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ കോൺഗ്രസ്, DMK, തൃണമൂൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം ആരംഭിച്ചു. SIR അടക്കമുള്ള വിഷയങ്ങളിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. സഭാ നടപടികൾ തുടരാൻ അനുവദിക്കണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. അനുചിതമായ പെരുമാറ്റമാണ് ചില അംഗങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്ന് സ്പീക്കർ വിമർശിച്ചു. मान्य सदस्यगण, मैं पुनः आपसे आग्रह कर रहा हूँ, प्रश्नकाल महत्वपूर्ण है, आप सदन में भागीदारी निभाएं। मान्य सदस्यगण, मैं जिस तरीके का आचरण आपका देख रहा हूँ संसद के अंदर और कई मान्य संसद सदस्य संसद के बाहर जिस भाषा का प्रयोग संसद के लिए कर रहे हैं वह न संसद के लिए न देश के लिए। संसद के अंदर विरोध असहमति लोकतंत्र में होती है, लेकिन मर्यादा बनाए, शालीनता बनाए और हमारे प्रयास से संसद की मर्यादा गरिमा ऊंची हो. തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച ലോക്സഭ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് അരങ്ങേറിയത്. SIR സഭ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. These are the urgent matters. People are dying and SIR is going fast. Nearly 12-13 people have died. I want discussion should take place now only. In the interest of democracy, in the interest of citizens, in the interest of the country. So I request you, sir, you should allow for discussion. ജോർജിയൻ പാർലമെന്റ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ന് പാർലമെന്റ് സന്ദർശിച്ചു. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിന്റെ ആഴമാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സ്പീക്കർ ഓം ബിർള പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിഷയത്തിൽ പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്നതിന് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിമർശിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സർക്കാർ ചർച്ച നടത്തുമെന്നും അദ്ദേഹം പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം SIR നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. നാവികസേനാ ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ തിരുവനന്തപുരത്ത് പൂർത്തിയായി. ശംഖുമുഖത്ത് നാളെ വൈകുന്നേരം 4:30 മുതൽ നടക്കുന്ന നാവികാഭ്യാസ പ്രകടനങ്ങളിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ആഘോഷ പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കും. പോർ വിമാനങ്ങളുടെയും പോരാട്ട കപ്പലുകളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്കായിരിക്കും നാളെ ശംഖുമുഖം സാക്ഷ്യം വഹിക്കുക. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി നാളെ വൈകുന്നേരം തിരുവനന്തപുരത്തെത്തുന്ന രാഷ്ട്രപതി ലോക്ഭവനിൽ തങ്ങിയ ശേഷം മറ്റന്നാൾ രാവിലെ ഡൽഹിക്ക് മടങ്ങും. നാവിക ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 മണി മുതലാണ് നിയന്ത്രണം. നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ച് ശംഖുമുഖം, വെട്ടുകാട് ഭാഗത്തേക്ക് പാസ് അനുവദിച്ചിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കൂ എന്ന് സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. പാർക്കിംഗ് ലഭ്യത അനുസരിച്ചായിരിക്കും പ്രവേശനം അനുവദിക്കുക. പാസ് ഇല്ലാതെ പരിപാടി കാണാൻ വരുന്ന പൊതുജനങ്ങൾക്ക് നഗരപരിധിയിലെ വിവിധ പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ പാർക്ക് ചെയ്യാവുന്നതാണ്. പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ നിന്നും പരിപാടി നടക്കുന്ന വെട്ടുകാട് ശംഖുമുഖം ഭാഗത്തേക്കും തിരിച്ചും KSRTC നിശ്ചിത ടിക്കറ്റ് നിരക്ക് ഈടാക്കി പ്രത്യേക സർവീസ് നടത്തും. പരിപാടി തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കണം. പരിപാടി കാണാൻ വരുന്ന പൊതുജനങ്ങൾ ലഗേജുകളും വലിയ ബാഗുകളും ഒഴിവാക്കണം. കുടയും സ്റ്റീൽ കുപ്പിയും കയ്യിൽ കരുതേണ്ടതാണ്. ശംഖുമുഖത്തെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിനുള്ള സൗകര്യം അധികൃതർ ഒരുക്കിയിട്ടുണ്ട്.
നികുതി കാര്യങ്ങളിലെ സുതാര്യത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ 18ാമത് ഗ്ലോബൽ ഫോറം പ്ലീനറി യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. രാജ്യം നീതിയിലും ഉത്തരവാദിത്തത്തിലും അധിഷ്ഠിതമായ സാമ്പത്തിക ഭരണരീതികളുടെ പാതയിലാണെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. സുസ്ഥിര വികസനത്തിനും സാമ്പത്തിക സ്ഥിരതയ്ക്കുമുള്ള അടിത്തറയായി സുതാര്യതയെ കാണണം. നികുതി സംവിധാനത്തിന്റെ ഭാഗമാകാൻ പൌരന്മാർ കൂടുതൽ സന്നദ്ധരാകുന്നതായും ധനമന്ത്രി വ്യക്തമാക്കി. Not only for enforcement, but also for strengthening confidence in institutions and encouraging responsible economic behavior. The focus must remain on fairness, sustainability, and public trust in the integrity of tax systems. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. വോട്ടർമാരെ നേരിൽ കണ്ടുള്ള അഭ്യർത്ഥനയ്ക്ക് പുറമെ പ്രചാരണ യോഗങ്ങളും വാർഡുകളിൽ സജീവമാണ്. 75,644 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമുകൾ തിരികെ സ്വീകരിക്കുന്നതിനുള്ള ക്യാമ്പുകൾ സംസ്ഥാനത്ത് സജീവമായി പ്രവർത്തനം തുടരുന്നു. സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,29,80,000 കവിഞ്ഞു. വിതരണം ചെയ്ത മൊത്തം ഫോമുകളുടെ 82.52%. കാശി തമിഴ് സംഗമത്തിന്റെ 4ാം പതിപ്പിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഇന്ന് തുടക്കം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുക. രാജ്യത്തിന്റെ ഉത്തര ദക്ഷിണ ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് സംഗമത്തിന്റെ ലക്ഷ്യം. നമോഘട്ടിൽ ഇന്ന് വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ കാശിയിലെയും തമിഴ്നാട്ടിലെയും നിരവധി കലാകാരന്മാർ അണിനിരക്കും. വിദ്യാർത്ഥികൾ, എഴുത്തുകാർ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്നുള്ള 1400-ലേറെ പ്രതിനിധികൾ കാശി തമിഴ് സംഗമത്തിൽ പങ്കെടുക്കുന്നു. ദിത്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് എല്ലാ പിന്തുണയും അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഓപ്പറേഷൻ സാഗർ ബന്ധു ദൌത്യത്തിലൂടെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായവും തുടരുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി. ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് നന്ദി അറിയിച്ചു. ദിത്വ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം 390 ആയി. 352 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ മരുന്ന് ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളും 12 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും ശ്രീലങ്കയ്ക്ക് കൈമാറി. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, മഹാരാഷ്ട്ര മേഖലകളിൽ ഇന്ന് ശൈത്യതരംഗത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ എന്നിവിടങ്ങളിലും മൂടൽമഞ്ഞിനുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം നാളെ റായ്പൂരിൽ. റാഞ്ചിയിൽ നടക്കുന്ന ആദ്യ കളിയിൽ ദക്ഷിണാഫ്രിക്കയെ 17 റൺസിന് പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. കുവൈറ്റിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തി. വിമാനത്തിൽ ചാവേർ ബോംബുണ്ടെന്ന ഇമെയിൽ ഭീഷണിയെ തുടർന്നായിരുന്നു രാവിലെ 7:45-ന് അടിയന്തര ലാൻഡിംഗ്. യാത്രക്കാർ സുരക്ഷിതരാണ്. വിശദമായ പരിശോധന പുരോഗമിക്കുകയാണ്. എല്ലാ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളും ടെലികോം വകുപ്പ് വികസിപ്പിച്ച സൈബർ സുരക്ഷാ ആപ്പ് സഞ്ചാർ സാഥി മൊബൈൽ ഹാൻഡ്സെറ്റുകളിൽ മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ്. 90 ദിവസത്തിനുള്ളിൽ നിർദ്ദേശം നടപ്പാക്കി വകുപ്പിന് റിപ്പോർട്ട് നൽകണം. വ്യാജ ഹാൻഡ്സെറ്റുകൾ, ഒന്നിലധികം ഫോണുകളിൽ ഒരേ IMEI നമ്പർ ഉപയോഗിക്കൽ, വ്യാജ സിം കാർഡ്, വ്യാജ കണക്ഷനുകൾ തുടങ്ങിയ തട്ടിപ്പുകൾ തടയാനും നഷ്ടപ്പെട്ട ഫോണുകൾ ട്രാക്ക് ചെയ്യാനും ഉതകുന്ന ആപ്പാണിത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റന്റിന്റെ അധ്യക്ഷസ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കും. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. ശീതകാല സമ്മേളനത്തിന്റെ 2ാം ദിവസവും പ്രക്ഷുബ്ധമായ പാർലമെന്റ്. ഇരുസഭകളിലും നടപടിക്രമങ്ങൾ 2 മണിവരെ നിർത്തിവച്ചു. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ തിരുവനന്തപുരത്തെത്തും. പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ ശംഖുമുഖത്ത് പൂർത്തിയായി. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുന്നു. മത്സരരംഗത്തുള്ളത് 75,644 സ്ഥാനാർത്ഥികൾ. നികുതി കാര്യങ്ങളിലെ സുതാര്യത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാശി തമിഴ് സംഗമം 4ാം പതിപ്പിന് വാരാണസിയിൽ ഇന്ന് തുടക്കം.
ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റായ്പൂരിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.